സോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ നമ്മൾ ജനറൽ പേപ്പറിന്റെ ഭാഗമായിട്ട് കേരള റിനൈസ് നമുക്ക് വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പ്രധാനപ്പെട്ട ലേഡീസ് അല്ലെങ്കിൽ വുമൺ അവരുടെ കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഇൻ കേരള എന്നുള്ളത്. അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വ്യക്തിത്വങ്ങളിലൂടെ ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് വരാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യാം. ഒന്ന് സാധ്യതയുള്ളത് ഈ പേഴ്സണാലിറ്റി പറയുമ്പോൾ ആ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വർക്ക് ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും സിഗ്നിഫിക്കന്റ് ഇവന്റ് പറയാനുണ്ടോ നോക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ തന്നെ അത്യാവശ്യം ഇവിടുന്ന് വരുന്ന ഏതൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അത്യാവശ്യം എലിമിനേഷൻ വെച്ചിട്ടെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റും. സോ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ലിമിറ്റ് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു പോകുക എന്നുള്ളതാണ്. സോ അതിന്റെ ഭാഗമായിട്ട് വുമൺ ലീഡേഴ്സ്, ഫസ്റ്റ് വൺ വി ഹാവ് പാർവതി നെന്മണി മംഗലം, ദെൻ ആര്യപല്ലം. ഇവര് രണ്ടുപേരും യഥാർത്ഥത്തില് ബ്രാഹ്മിൺ അന്തർജന മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മിൺ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. അതിന് കൂട്ടത്തിൽ തന്നെ സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് അതർ പീപ്പിൾ ആസ് അതുണ്ടായിരുന്നു. അപ്പൊ പാർവതി നെന്മണി മംഗലം അന്തർജന സമാജമാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ. അപ്പൊ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് കിട്ടി. ആൻഡ് ചേറ്റുപുഴയിലാണ് 931 സമയത്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അവരായിരുന്നു അതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ്. സോ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന അവരാണെന്ന് മനസ്സിലാക്കി വെക്കുക. സോ പാർവതി നെന്മണി മംഗലത്തിന് കീഴിലായിട്ട് ഒരുപാട് നമ്പൂതിരി സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പാം ലീവ് അംബ്രല എന്ന് പറയുന്ന നമ്മളെ മറക്കുട ഉണ്ടല്ലോ, ഓക്കെ, കാഡ്ജൻ അംബ്രല എന്ന് വിളിക്കുന്ന ഈ ഒരു ചാസ്റ്റിറ്റി സിംബോളിക് റെപ്രസെന്റേഷൻ കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്ന ഒന്നാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് അല്ലാതെയും അവർക്കൊരു സോഷ്യൽ പബ്ലിക് സ്പിയർ ആകാം എന്ന രീതിയിലോട്ടൊക്കെ വരുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു അന്തർജന സമാജത്തിൽ പ്രധാനമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു ഒന്ന്. ദെൻ ഷീ പ്രസിഡന്റ് അവർ നമ്പൂതിരി യുവജന സംഘം, അതിന്റെ തളിപ്പറമ്പ് കോൺഫറൻസിൽ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. ദെൻ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പ്രസിഡന്റ് ആയിട്ട് നമ്പൂതിരി ബില്ല് അവതരിപ്പിക്കുകയും കാരണമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് അസംബ്ലി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അവർ മെമ്പർ ആയിരുന്നു എന്നുള്ളതും അതിലൂടെ നമ്പൂതിരി ബില്ല് പാസ്സാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ അന്തർജന സമാജത്തിന്റെ ഫൗണ്ടർ എന്ന രീതിയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പോയിന്റ് ആയിരിക്കണം പാർവതി നെന്മണി മംഗലം നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്. അവർക്ക് ശേഷം അതിന്റെ പ്രസിഡന്റ്ഷിപ്പ് വന്ന ആളാണ് ആര്യ ആര്യപല്ല എന്ന് പറയുന്ന വ്യക്തി. അവര് വിഡോ റീമാരേജ് ബാൻ ഉണ്ടായിരുന്നു, അതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്റർകാസ്റ്റ് മാരേജിന് വേണ്ടി അവര് പ്രവർത്തിക്കുന്നുണ്ട്. ദെൻ ടെമ്പിൾസിലോട്ട് പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ കോമൺ ആസ് വെൽ ആസ് സ്പെസിഫിക്കലി ടു ബ്രാഹ്മൺ അന്തർജനം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ആൻഡ് ബാനിഷ്ഡ് ഘോഷ ബാനിഷ് ചെയ്യുന്നതില് അവർ മുൻപന്തിയിലുണ്ടായിരുന്നു. ദെൻ ആന്റി അൺടച്ചബിലിറ്റി ജാഥ സംഘടിപ്പിക്കുന്നുണ്ട് അലോങ് വിത്ത് കെ കേളപ്പൻ എമംഗ് ദ ചെറുമി എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയാം എന്താണ്, ബേസിക്കലി ലോവർ കാസ്റ്റ് അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ് ചെറുമികൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ കല്ലുമാല പോലെയുള്ള സമരങ്ങൾക്കൊക്കെ ഇൻസ്പിറേഷൻ നൽകിക്കൊണ്ട് കെ കേളപ്പന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ആന്റി അൺടച്ചബിലിറ്റി ജാഥകളെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ആര്യപല്ല എന്നുള്ളത്. ഷി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഗുരുവായൂർ സത്യയിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതില് നമുക്കറിയാം വീട്ടിവട്ടതിരിപ്പാട് അമ്പലങ്ങൾക്ക് തീ കൊളുത്താന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ദെൻ തളിപ്പറമ്പിൽ ദ ആനുവൽ മീറ്റിംഗ് ഓഫ് യുവജന മൂവ്മെന്റ് ഒക്കെ അവര് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്റർകാസ്റ്റ് ഡൈനിങ് പള്ളത്ത് അവർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം കൂടി ഇന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ദെൻ വാട്ട് വി ക്യാൻ സി 1947-48 നടന്ന പാലിയൻ സത്യാഗ്രഹയുടെ ഭാഗമായിട്ട് 1948 അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പാലിയൻ സത്യാഗ്രഹമായിട്ട് ഒരു സ്ത്രീകളുടെ ജാഥ വരെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മിൺ പ്ലസ് അതർ കമ്മ്യൂണിറ്റീസിന്റെ സോഷ്യൽ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പൊതുരംഗത്തോട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് ആര്യപല്ലം എന്ന് പറയുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും ബേസിക് പോയിന്റ്സ് നിങ്ങൾ അവരെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ വി ഹാവ് സം അതർ ഇമ്പോർട്ടന്റ് വുമൺ ലീഡേഴ്സ്. വൺ ഈസ് എ.വി. കുട്ടിമാളമ്മ. നമ്മൾ കേരളത്തിലെ ഫ്രീഡം മൂവ്മെന്റുമായി ബന്ധപ്പെട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കുട്ടിമാളമ്മ എന്ന് പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട പ്രത്യേകത ഷീ ക്യാമ്പയിൻ ഫോർ ഖാദി ആൻഡ് സ്വദേശി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്വദേശി മൂവ്മെന്റിൽ പങ്കെടുത്തു എന്നുള്ളതിനേക്കാൾ അപ്പുറത്തോട്ട് ഖാദി വസ്ത്രങ്ങളും സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ആവശ്യവും നമ്മുടെ കേരളത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീഡം മൂവ്മെന്റിന്റെ ഓരോ പ്രധാനപ്പെട്ട സ്റ്റെപ്പിലും നടക്കുന്നുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ 1930 ശേഷം നടന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ സോൾട്ട് സത്യാഗ്രഹ കേരളത്തിൽ പയ്യന്നൂരൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് വെച്ച സമ്മേളനങ്ങളിലൊക്കെ ഇവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ഷീ ഈസ് അറസ്റ്റഡ് ആൻഡ് ഇംപ്രിസൺ ഫോർ 2 years ഡ്യൂറിംഗ് ദ സിവിൽ ഡിസോർഡേഴ്സ് മൂവ്മെന്റ്. ഇവന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് പ്രസിഡൻസി ജയിലില് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ ജയിലിൽ അടക്കപ്പെടുന്നുണ്ട്. മദ്രാസ് അസംബ്ലിയിലോട്ട് 1936 മത്സരിച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. ദെൻ KPCCയുടെ പ്രസിഡന്റ് ആയിട്ട് മാറുന്നുണ്ട് 1944. നിങ്ങൾ ആലോചിച്ച് നോക്കണം, KPCC പ്രസിഡന്റ് സ്ഥാനത്തിലോട്ട് വരുന്ന ഒരു സ്ത്രീ എന്ന രീതിയിൽ എ.വി. കുട്ടിമാളമ്മ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ആ രീതിയിൽ ആ ഒരു വ്യക്തിയെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഷീ സെർവ്ഡ് ആസ് എ മെമ്പർ ഓഫ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ആൻഡ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 1942 തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട് വീണ്ടും. ദെൻ
മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു ഫീച്ചറാണ് ഡയറക്ടർ ഓഫ് ദ മാതൃഭൂമി പബ്ലിക്കേഷൻ ആൻഡ് പ്രസിഡന്റ് ഓഫ് മലബാർ ഹിന്ദി പ്രചാർ സഭ. ചിലപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. മലബാറിൽ ഹിന്ദി പ്രചാർ സഭ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വൺ പേഴ്സണാലിറ്റി, ദർ വർക്ക്സ്, ഓർഗനൈസേഷൻ ആൻഡ് ഇവന്റ്. അതിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചാർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ ദാറ്റ് ഇസ് ഗ്രേറ്റ് ആൻഡ് ദാറ്റ് ഇസ് ഇനഫ് ടു ക്ലിയർ ദിസ് എക്സാമിനേഷൻ. ആ രീതിയിൽ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് പേഴ്സണാലിറ്റിയുടെ കാര്യങ്ങൾ. ബാക്കിയുള്ള ഇവന്റുകളും ഡിസ്കഷനൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ മറ്റ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, വി ഹാവ് ഡീറ്റെയിൽ ഡിസ്കഷൻ ഓൺ കേരള സിവിൽ ഡിസോബിഡിയൻസ് മൂവ്മെന്റ് ഓർ സോൾട്ട് സത്യാഗ്രഹ. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നതുപോലെ അത് മനസ്സിലാക്കുക. സിമിലർലി സോഷ്യൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആ വ്യക്തികളെ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ അക്കമ്മ ചെറിയാനെ കുറിച്ചാണ് പറയുന്നത്. 1909 മുതൽ 1982 വരെ. നിങ്ങളുടെ പീരീഡ് കറക്റ്റ് പഠിച്ചു വെക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. ആ ഒരു ജനറൽ ഐഡിയ ഈ ഒരു കാലഘട്ടത്തിൽ അവർ ജീവിച്ചിരുന്നത്. ജോൺ ഓഫ് ആർക്ക് ഓഫ് കേരള, കേരളത്തിൽ ജോൺ ഓഫ് ആർക്ക് എന്ന വിശേഷിപ്പിക്കും. ഓക്കെ, ദെൻ മഹാത്മാഗാന്ധി അവരെ ഝാൻസി റാണി ഓഫ് കേരള എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. സോ ലേൺ ഹെർ ടൈറ്റിൽസ്. അപ്പൊ ടൈറ്റിലുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇമ്പോർട്ടന്റ്. October 23, 1938 ഷീ ലെഡ് എ മാസീവ് റാലി ഫ്രം തമ്പാനൂർ ടു കവടിയാർ പാലസ്. അതിനാണ് രാജധാനി മാർച്ച് എന്ന് പറയുന്നത്. അന്ന് നമ്മൾ കേരള ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ നമ്മുടെ നിവർത്തന അജിറ്റേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ശേഷം കോൺഗ്രസിനൊക്കെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ചോദ്യം ചെയ്തിട്ടാണ് അവർ വലിയൊരു റാലി നടത്തുന്നത് തമ്പാനൂർ ടു കവടിയാർ വരെ. ഓക്കെ, അന്ന് ട്രാവൻകൂർ ഭരിച്ചിരുന്നത് മഹാരാജ ചിത്തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. അതിൽ വാട്ട് വി കൻ സീ, ദിവാന്റെ ഓട്ടോക്രസിക്കെതിരെ സംസാരിക്കുന്നുണ്ട്. സർ സി പി ആയിരുന്നു 1936 മുതൽക്ക് ട്രാവൻകൂറിലെ ദിവാൻ എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഓട്ടോക്രസിക്കെതിരെ സ്റ്റേറ്റ് കോൺഗ്രസിന് എന്തിന് ബാൻ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ സമരം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. Then what we can say, there happened some kind of very political events after that as well. She was arrested and convicted for violating the prohibitory orders and she became the acting president of Congress in 1942. അങ്ങനെ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്ന കോൺഗ്രസിന്റെ വുമൺ ലീഡർഷിപ്പിൽ വരുന്ന ഒരു ട്രാവൻകൂർ സ്റ്റേറ്റുകാരിയാണ് അക്കമ്മ ചെറിയാൻ എന്ന് പറയുന്നവര്. ആൻഡ് ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ട് 1947 കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. പിന്നീട് അവരുടെ പ്രധാനപ്പെട്ട ഫീമെയിൽ വളണ്ടിയർ കോപ്സ് ഉണ്ട്. ഇത് അവരുടെ ഓർഗനൈസേഷൻ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ദേശ സേവിക സംഘം എന്ന് പറയുന്നത് ട്രാവൻകൂറിലെ ഒരു സ്ത്രീകളുടെ ഒരു കമ്മ്യൂണിറ്റി. നമുക്കിന്ന് കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു വുമൺ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അന്ന് പൊളിറ്റിക്കലി ആയിട്ടുള്ള അപ്ലിഫ്റ്റിന് വേണ്ടിയും സോഷ്യൽ അപ്ലിഫ്റ്റിന് വേണ്ടിയും ദേശ സേവിക സംഘം എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ ഉണ്ടായിരുന്നു. ദെൻ ഷീ ബിക്കേം മെമ്പർ ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സ് പെൻഷൻ അഡ്വൈസറി ബോർഡ് എന്നുള്ളതും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ പരീക്ഷയ്ക്ക് പഠിച്ചു വെക്കേണ്ട ഒന്ന് ടൈറ്റിൽ പഠിച്ചു വെക്കണം. ഇവന്റ് നിങ്ങൾക്ക് അറിയാം, രാജധാനി മാർച്ച് എന്ന് പറയുന്ന തമ്പാനൂര് മുതൽക്ക് കവടിയാർ വരെയുള്ള ഈ ഒരു മാർച്ചിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ അവരുടെ അസംബ്ലിയിലോട്ട് തെരഞ്ഞെടുത്തതും അവരുടെ ഓർഗനൈസേഷൻ എന്ന രീതിയിൽ ദേശ സേവിക സംഘത്തെ കുറിച്ചും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് രണ്ടാൾക്കാരുടെ ഉദ്യോഗസ്ഥം നോക്കാം. ദർ അന്ന ചാണ്ടി ആൻഡ് അനി മസ്കരി. ഓക്കെ, അന്ന ചാണ്ടി എന്ന് പറയുന്നത് ഇന്ത്യസ് ഫസ്റ്റ് വുമൺ ജഡ്ജ് ആണ്. 1948 അവര് ജില്ലാ കോടതിയുടെ ജഡ്ജായിട്ട് മാറുന്നുണ്ട്. ആൻഡ് 1959 കേരള ഹൈക്കോടതിയിലും ജഡ്ജായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഷീസ് എ ഫസ്റ്റ് വുമൺ ടു ഗെറ്റ് ലോ ഡിഗ്രി ഇൻ ട്രാവൻകൂർ. ട്രാവൻകൂറിലെ ആദ്യത്തെ ലോ കരസ്ഥമാക്കുന്ന വ്യക്തി കൂടിയാണ് അവര്. ഫസ്റ്റ് ലേഡി ആട്ടോ പറയുന്നത്. ആൻഡ് അപ്പോയിന്റഡ് ആസ് ഡിസ്ട്രിക്ട് ജഡ്ജ് ഇൻ ട്രാവൻകൂർ ബൈ സി പി രാമസ്വാമി അയ്യർ. സർ സി പി രാമസ്വാമി അയ്യരാണ് അവരെ ആദ്യത്തെ ജഡ്ജാക്കി മാറ്റുന്നത്. ദെൻ കേരള ഹൈക്കോർട്ടിൽ അവർ സെർവ് ചെയ്തിരുന്ന പീരീഡ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇത് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ. സോ ഫ്രം ലോയർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും പൊളിറ്റിക്കൽ സ്വാധീനം ചെലുത്താൻ വേണ്ടി വന്നിട്ടുള്ള വ്യക്തിയാണ് അന്ന ചാണ്ടി എന്ന രീതിയിൽ. ദെൻ ഫൗണ്ടർ ഓഫ് എഡിറ്റർ ശ്രീമതി. മലയാളത്തിൽ ആദ്യമായിട്ട് വീക്കിലി പബ്ലിഷ് ചെയ്തിട്ടുള്ള വുമൺ മാഗസിൻ ആണ് ശ്രീമതി. അതിന്റെ എഡിറ്റർ ആയിരുന്നു. ആൻഡ് ഷി വാസ് മെമ്പർ ഓഫ് ട്രാവൻകൂർ വിധാൻ പരിഷത്ത്. അപ്പൊ ഈ ഓർഗനൈസേഷന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓട്ടോഗ്രാഫിയാണ് ആത്മകഥ എന്നുള്ളത്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, വർക്ക് തന്നിട്ട് ആത്മകഥ ആരുടേതാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പൊ ആ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവരുടെ നേച്ചർ മനസ്സിലാക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞു, എ.വി. കുട്ടിമാളുമ്മ ഫ്രീഡം മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അക്കമ്മ ചെറിയ നിങ്ങൾക്ക് എന്ത് പറയാം, സർ സി പിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഓട്ടോക്രസിക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ട്രാവൻകൂർകാർ. ഇത് മലബാറിന്റെ മേഖലയാണ്. അപ്പൊ അങ്ങനെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അന്ന ചാണ്ടി ലോ ബാക്ക്ഗ്രൗണ്ട് പെട്ടിട്ടുള്ള ആളാണ്. അനി മസ്കരി ലോ ആണ് വരുന്നത്. ഓക്കെ, ഷീ പ്രാക്ടീസ്ഡ് ആസ് ലോയർ ആൻഡ് ഡബിൾ MA ഇൻ ഹിസ്റ്ററി ആൻഡ് എക്കണോമിക്സ്. മെമ്പർ ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി. നോക്കിക്കേ, നിങ്ങൾക്കറിയാം 1949 ജൂലൈ 1 മുതൽക്ക് തിരുക്കൊച്ചി സ്റ്റേറ്റിന്റെ ഫോർമേഷൻ കാണുന്നുണ്ട്. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്തു, ട്രാവൻകൂർ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പർ ആയിരുന്നു എന്നുള്ളതും ഹെൽത്ത് മിനിസ്ട്രി അതുപോലെ പവർ മിനിസ്ട്രിയുടെ ചാർജിലുണ്ടായിരുന്നു. ദെൻ ഷീ റെപ്രസെന്റ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ ഇൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഇവന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. ആൻഡ് ഷീ ഹാസ് ഇലക്ടഡ് ദ ഫസ്റ്റ് ലോക്സഭ ആസ് എൻ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്. ആൻഡ് ഷീ ഈസ് ദ ഫസ്റ്റ് വുമൺ ഫ്രം കേരള ടു ബി എലക്ടഡ് ടു ലോക്സഭ. അപ്പൊ ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട ഫാക്ടുകളാണ്. അപ്പൊ ലോ പ്ലസ് പൊളിറ്റിക്സ് എന്ന രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട വ്യക്തിയാണ് ആര്,
ആനി മസ്കരിൻ, എസ്പെഷ്യലി പോസ്റ്റ് ഇൻഡിപെൻഡന്റ് കേരള ചരിത്രത്തിലെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള ഒരു പീരീഡിൽ പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്ന ആൾക്കാർ. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഏകദേശം 1 2 3 4 5 6 6 വുമൺ കോൺട്രിബ്യൂഷൻസ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്നില്ല, നമ്മുടെ സിലബസിനകത്തുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഓരോ ആൾക്കാരെയും പഠിച്ചു വെക്കുക, അവരുടെ കോൺട്രിബ്യൂഷൻസ് പഠിച്ചു വെക്കുക, സിമ്പിൾ ലേണിംഗ് കൊണ്ടുവരിക. ഒരുപാട് കോംപ്ലക്സ് ആക്കാതെ സിമ്പിൾ ലേണിംഗിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വൺ. താങ്ക് യു.